നമസ്കാരം. കോഴിക്കോട് ഒരു പാവം ചെറുപ്പക്കാരനെ ഇല്ലാത്ത പീഡനകഥ ഉണ്ടാക്കി പറഞ്ഞൊരു ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന ഡാഷ് മോൾ കൊന്നിരിക്കുന്നു. ദീപക്കിന് ആദരാഞ്ജലികൾ. പാവപ്പെട്ട വയോധികരായ മാതാപിതാക്കളുടെ ഏക ആശ്വാസമായ ദീപക് എന്ന സൽസ്വഭാവിയായ ചെറുപ്പക്കാരൻ. ഒരു കേസും അയാളുടെ പേരിലില്ല. അയാൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും വീട്ടിലും നാട്ടിലും മാന്യനാണ്. പക്ഷേ അങ്ങനെ ഒരുത്തനെയാണ് ഇപ്പോൾ കുറേ ഡാഷ് മക്കളുണ്ടല്ലോ, സ്ത്രീകൾ, പെണ്ണുങ്ങൾ വൈറലാകാൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാർ. ഒരു കൂട്ടം തുണി അഴിച്ച് കാണിച്ച് വൈറലാകുന്നു. മറ്റൊരു കൂട്ടം ഇല്ലാതെ പീഡനം വരെ ഒരു ക്യാമറയും കയ്യിലെടുത്ത് ഒരു മൊബൈലും എടുത്ത് ഇറങ്ങുകയാണ്. ഉള്ളതും ഇല്ലാത്തതും പ്രചരിപ്പിക്കുകയാണ്. ആ വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് അവൻ അവളെ തൊടുന്നില്ല, സ്പർശിക്കുന്നില്ല. ഇവൾ അങ്ങോട്ട് കൊണ്ടുപോയി ഈ സാധനം ഉണ്ടല്ലോ, പറയാൻ പറ്റില്ല ഫേസ്ബുക്കിൽ. ഈ സാധനം കൊണ്ട് അങ്ങോട്ട് മുട്ടിക്കൊടുക്കുകയാണ്. മുട്ടിച്ചിട്ട് അവൻ തൊടാതെ പോകുന്നു. അവസാന സമയത്ത് അങ്ങോട്ട് ചെന്ന് തിരിച്ചും മറിച്ചും വീഡിയോ എടുത്ത് വരച്ചിട്ട് ഇത് ഞാൻ പൊതുജനമധ്യത്തിൽ അവതരിപ്പിക്കുന്നു, പൊതുസമൂഹത്തിൻ്റെ ചർച്ചയ്ക്ക് വിടുന്നു എന്ന് പറഞ്ഞ് അവൾ വിട്ട് പിന്നെ വന്ന് വീണ്ടും ഒരു വിശദീകരണ വീഡിയോ അതിന് പിന്നാലെ ചെയ്തു. മൊത്തത്തിൽ നാണക്കേടായി. അഭിമാനം എല്ലാവർക്കുമില്ലേ? ആണുങ്ങൾക്കില്ലേ? പുരുഷന്മാരെല്ലാവരും മോശക്കാരാണോ? പുരുഷന് അഭിമാനമല്ലേ? പെണ്ണുങ്ങൾക്ക് മാത്രമല്ലല്ലോ. അന്തസ്സുള്ള തറവാടിയായ ഒരു സ്ത്രീയാണെങ്കിൽ അങ്ങനെ ഒരാൾ മുട്ടുന്നുണ്ടെങ്കിൽ, അങ്ങനെ മുട്ടുന്നതായിട്ടൊന്നും വീഡിയോ കാണിക്കുന്നില്ല, മനഃപൂർവ്വം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അല്പം മാറി നിൽക്കാമല്ലോ. മാറി നിൽക്കാതെ അവൾ വീഡിയോ എടുത്തുകൊണ്ട് പിന്നെയും അവനോട് ചേർന്ന് നിന്ന് വരച്ചു കൊടുത്ത് അവനെ പ്രകോപനം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്നിട്ട് അവൻ ആ പ്രകോപനത്തിൽ നിന്ന് വീണില്ല, അവനവൻ്റെ പാട്ടിന് പോയി. എന്നിട്ട് അവൻ അവമാനിച്ചു. ഒറ്റ ലക്ഷ്യം അവൾക്കുള്ളൂ, വൈറലാകുക. ഇതിലും നല്ലത് നിനക്ക് നിൻ്റെ സ്വന്തം തന്തയെ കൊന്നിട്ട് വൈറലാക്കിയ വായിപ്പോയിടെ. സ്വന്തം തന്തയെ കൊല്ലോ, ഞാൻ എൻ്റെ തന്തയെ കൊന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വാർത്താ മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കും, വൈറലാകും. ഇവൾ മാത്രമല്ല, ഒരു KSRTC ബസ്സിൽ ഒരു വേറെ കാണിച്ചത് കണ്ടില്ലേ, മാസ്ക് ഇട്ടിട്ട്, അയാളും അതിൽ വീണില്ല. ഏതോ ഞരമ്പ് രോഗികൾ ഒന്നോ രണ്ടോ ആൾക്കാരോട് ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ് നാട്ടിലെ മുഴുവൻ ആണുങ്ങളെ ആ രീതിയിലാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നവർ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരു സുനാന്നൊക്കെ പേരിൻ്റെ രണ്ടാം ഭാഗമുള്ള ഒരു പെണ്ണുണ്ടല്ലോ, വലിയ വലിയ വാചകം അടിക്കുന്നവൾ. അവൾ ഇതുപോലെ തന്നെ പെട്ടെന്ന് ബസ് പോയിക്കൊണ്ട് പെട്ടെന്ന് ചാടും. എന്താണ് നീ വിചാരിച്ച്? ഇങ്ങനെയാണ് ഇവർ അടുത്ത് കിടക്കുന്നവനെ മേലില്ലാതെ കുറ്റങ്ങൾ ആരും, നീ എന്താണ് വിചാരിച്ചത്? നിനക്ക് അമ്മയും പെങ്ങളും ഇല്ലെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവന്മാരുടെ പെരടിക്ക് ഓടി കയറുകയാണ്. വല്ല തെളിവുണ്ടോ? എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നാട്ടിലുള്ള ഏതോ ഒന്നോ രണ്ടോ ഞരമ്പ് രോഗികളുടെ പേരിൽ പാവപ്പെട്ട അന്തസ്സുള്ള അഭിമാനമുള്ള ആണുങ്ങളെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇത് തന്നെ സംഭവിക്കുക. എന്താ സംഭവിക്കുക? അവർക്ക് അഭിമാനമില്ലേ? ആ കുടുംബത്തിന് പോയി, അവൻ്റെ ജീവൻ പോയി, അവൻ്റെ സുഹൃത്തുക്കൾക്ക് നല്ല സുഹൃത്ത് നഷ്ടപ്പെട്ടു, മാതാപിതാക്കൾക്ക് വാർദ്ധക്യത്തിൽ ആശ്വാസമാകേണ്ട മകൻ പോയി. ആര് പകരം കൊടുക്കും? ഇവൾ കൊടുക്കുമോ? വൃത്തികെട്ട കുറേ ഇൻഫ്ലുവൻസർമാരുണ്ട്, കണ്ടൻറ്റ് സ്വന്തമായിട്ടില്ല, കഴിവില്ല, ഒന്നുമില്ല, തുണി അഴിക്കുക, കാണിക്കുക. എന്നാൽ പിന്നെ നിനക്ക് ആ പണിയും ചെയ്താൽ മതിയായിരുന്നു. എന്തിനൊരു കുടുംബത്തെ അനാഥമാക്കി, ഒരു പാവപ്പെട്ടവനെ ഇല്ലാതാക്കി, ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷ തകർത്തു. എന്തിനാണ് ഇമാതിരി പണി ചെയ്യുന്നത്? ആൾക്കാർ കാണാനില്ലെന്ന് കൂലിപ്പണിക്ക് പോകും. എന്തെല്ലാം പണികളുടെ നാട്ടിൽ, അങ്ങനെ പൈസ ഉണ്ടാക്കും. ആൾക്കാരെ കൊന്നിട്ട് അവരുടെ ശവം കൊത്തി തിന്നിട്ടാണോ നീയൊക്കെ പണം ഉണ്ടാക്കേണ്ടത്? ഇതിനൊക്കെ ഒരു അവസാനവും അറുതിയും വരുത്തിയേ പറ്റൂ. നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ തന്നെയാണ് പ്രശ്നം. ഏത് ചെയ്താലും സ്ത്രീക്ക് പരിരക്ഷ. പുരുഷൻ വെറും ചവറാണ്. പുരുഷൻ അഭിമാനമില്ല, പുരുഷന് മാനമില്ല. ഒരു സ്ത്രീയെ മുട്ടിയെന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ പരാതി കൊടുത്താൽ ആരെങ്കിലും എടുക്കുമോ? എടുക്കില്ല. സ്ത്രീ കൊടുത്താൽ പരാതി അത് സ്വീകരിക്കും. അതാണ് നമ്മുടെ നാട്. നമ്മുടെ നാടിനെ ഈക്വാലിറ്റി വേണമെന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ വലിയ വർത്തമാനം പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ഫെമിനിസ്റ്റുകൾ. അതുപോലെ നാട്ടിൽ ഈക്വാലിറ്റി ഉണ്ട്, നിയമത്തിൽ തുല്യത, ആണ് പുരുഷനെന്നില്ല, മനുഷ്യനെന്ന് കണ്ടാൽ മതി. ആ ഒരു സംശയം മതി. അല്ലെങ്കിൽ ഇതുപോലുള്ള വൃത്തികേടുകൾ അവസാനിക്കും. നമ്മുടെ നാടെന്താ ഇങ്ങനെയാകുന്നത്? ഭ്രാന്താലയമാകുകയാണോ? ഇവിടെ പോലുള്ളവരെ തെരുവിൽ കൈകാര്യം ചെയ്യണം. ക്യാമറ തൂക്കി ഇതുപോലെ വൃത്തികേട് കാണിക്കുന്നവരെ. ആ കുടുംബത്തിൻ്റെ ദുഃഖം, വല്ലാതെ ദുഃഖം. ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിലാണ് പങ്കുചേരുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളൊരിക്കലും ഇമാതിരി പണി കാണിക്കരുത്. അങ്ങനെയുള്ളവരെ പിന്തുണയ്ക്കുകയും ചെയ്യരുത്.